ഷാനിബ് ഇന്നു മുതൽ ഡിവൈഎഫ്ഐ അംഗമായിരിക്കുകയാണ്. പാലക്കാട് തൃത്താല സ്വദേശിയായിട്ടുള്ള ഷാനിബ് വളരെ ചെറുപ്പം മുതൽ തന്നെ KSUവിൽ കൂടി യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഷാനിബ് കോൺഗ്രസുമായും യൂത്ത് കോൺഗ്രസുമായും അകന്ന് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഷാനിബ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, കോൺഗ്രസിന്റെ ഇന്നത്തെ തെറ്റായ നിലപാടിലും തെറ്റായ പോക്കിലും പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. പിന്നീടാണ് ഷാനിബ് ഞങ്ങളുമായി സംസാരിച്ച് ഡിവൈഎഫ്ഐയിലേക്ക് ചേരാൻ ആവശ്യമായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷാനിബിനെ പോലെയുള്ള മതനിരപേക്ഷവാദികൾ ഈ പ്രസ്ഥാനത്തോട് ഏത് ഘട്ടത്തിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ സ്വീകരിക്കാറുള്ളത്. ഷാനിബ് നേരത്തെ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസും BJPയും തമ്മിലുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് തൃശൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ 187,000 വോട്ടുകൾ ചോർന്നു പോകുന്ന നിലയുണ്ടായി. അങ്ങനെ കേരളത്തിൽ BJPക്ക് ഒരു പാർലമെന്റ് അംഗത്തെ സൃഷ്ടിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന ഷാനിബിനെ പോലെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇത്തരം രഹസ്യ ബാന്ധവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധാരാളം ആളുകൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ മതനിരപേക്ഷമായ ഉള്ളക്കത്തോടുകൂടി വളരെ ആത്മാർത്ഥമായി പൊരുതുന്ന യുവതയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള യുവതയുടെ പ്രതീക്ഷകൾക്കൊത്താണ് ഡിവൈഎഫ്ഐ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷാനിബിനെ പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വരുന്ന കാല പോരാട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് ഷാനിബും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പാലക്കാടും കേരളത്തിലാകെയും ഷാനിബിന്റെ നേതൃപരമായിട്ടുള്ള കഴിവുകൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളോട് പൊതുവെ കക്ഷിരാഷ്ട്രീയതീതമായി ആളുകൾക്ക് വലിയ അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ വയനാടിന് വേണ്ടി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിക്ക് വേണ്ടി സ്വരൂപിച്ച പണം എത്ര എന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി. ഇതുവരെ വന്ന പണം 20,44,00,000 കൂടുതലാണ്. ഇനിയും ആ പണം അതിന്റെ അളവ് വർദ്ധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.